ദേശീയപാതയിൽ കോഴിക്കോട് പന്തീരങ്കാവിലെ ടോൾ പിരിവിനെതിരെ പ്രദേശവാസികൾ സമരത്തിലേക്ക്. പ്രദേശവാസികളെ ടോൾ പിരിവിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് പ്രധാന ആവശ്യം. സർവീസ് റോഡ് നിർമ്മാണം കാര്യക്ഷമമല്ലെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. വാർത്തയിലേക്ക്. ദേശീയപാതയിൽ വെങ്ങളത്തിനും രാമനാട്ടുകരയ്ക്കുമിടയിൽ 28 കിലോമീറ്ററിൽ പന്തീരങ്കാവ് കൂടോത്തുംപാറയിലാണ് ടോൾ പിരിവിനൊരുങ്ങുന്നത്. 20 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് പ്രതിമാസം 300 രൂപയാണ് ടോൾ നിരക്ക്. അതേസമയം പ്രദേശവാസികളിൽ നിന്ന് ടോൾ ഈടാക്കരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾ ഒരുപോണം ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒളവണ്ണ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങാടിയെ പന്തീരങ്കാവ്. ആ പന്തീരങ്കാവ് പ്രദേശത്ത് ഞങ്ങൾ ദൈനംദിന ഇറങ്ങേണ്ട ആളുകളാണ് ഈ പ്രദേശവാസികൾ. അവർക്ക് തീർച്ചയായിട്ടും ഈ ടോളിൽ നിന്ന് ഈ മാസത്തിൽ 300 രൂപ എന്നുള്ള ആ ഒരു സംവിധാനം തന്നെ പൂർണ്ണമായിട്ട് എടുത്തൊഴിവാക്കണം. അല്ലാത്ത പക്ഷം ഇവിടെ ജനകീയ സമരത്തിന് ഇവിടെ നേതൃത്വം കൊടുക്കേണ്ടി വരും. ഒരു സംശയമില്ല. സർവീസ് റോഡ് നിർമ്മാണം കാര്യക്ഷമമല്ലാത്തതിനാൽ ദേശീയപാതയിൽ നിന്നുള്ള എൻട്രിയും എക്സിറ്റും അശാസ്ത്രീയമാണെന്നും ആക്ഷേപമുണ്ട്. ദേശീയപാത നവീകരണം പൂർണ്ണമായും പൂർത്തീകരിക്കാതെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ പ്രതിപക്ഷ കക്ഷികളും സമരം ആരംഭിച്ചു കഴിഞ്ഞു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 550 കിലോമീറ്റർ ദൂരമാണ് 6-വരിപ്പാതയുടെ നവീകരണം. ഇതിൽ 480 കിലോമീറ്റർ ദൂരം ഡിസംബറിൽ പൂർത്തിയാകുകയുള്ളൂ. അവശേഷിക്കുന്ന 70 കിലോമീറ്ററിലെ ദേശീയപാത നവീകരണം അടുത്ത വർഷം മാർച്ചിലും പൂർത്തിയാകുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിശദീകരണം. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെയാണ് പ്രതിഷേധം വ്യാപകമായിട്ടുള്ളത്. ദേശീയപാത വികസനം അനിവാര്യമാണെങ്കിലും ടോൾ പിരിവ് ഒരു പകൽക്കൊള്ളയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. പക്ഷേ ഈ ഭൂമി വിട്ടു നൽകിയ, ഇതിനോടൊപ്പം സഹകരിച്ച മനുഷ്യരെ തഴഞ്ഞുകൊണ്ട് ഒരിക്കലും അവർക്ക് ടോൾ ഏർപ്പെടുത്തുന്നത് നമുക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് പന്തീരങ്കാവിലെ ടോൾ പിരിവിനെതിരെ പ്രദേശവാസികൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. പ്രദേശവാസികളുടെ കൂടുതൽ പ്രതികരണങ്ങൾ നോക്കാം. നമുക്ക് ഈ റോഡ് പണി പൂർണ്ണമായി തീർന്നിട്ടില്ല, സർവീസ് റോഡ് പൂർണ്ണമായി തീർന്നിട്ടില്ല. പ്രദേശവാസികൾക്കുള്ള ആ ടോൾ പിരിവ് നമുക്ക് ഒഴിവാക്കി കിട്ടണം. പിന്നെ അതുപോലെ തന്നെ ഈ അണ്ടർപാസിലേക്കുള്ള കണക്ഷൻ തീരെ ആയിട്ടില്ല, അതൊക്കെ റെഡിയാക്കണം. പിന്നെ ടോൾ പിരിവ് പണി പൂർണ്ണമായി തീർന്നിട്ടേ തുടങ്ങാവൂ. പ്രദേശവാസികളൊക്കെ ഈ റോഡിന് സ്ഥലം നൽകിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കൊരു സൗകര്യങ്ങൾ പിന്നീട് കിട്ടുമല്ലോ വിചാരിച്ചിട്ടാണ്. ഇതുവരെ നമുക്ക് അങ്ങനെയുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത രീതിയിലാണ് റോഡ് പണി തീരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ടോൾ പിരിവ് തുടങ്ങിയത്. സാധാരണഗതിയിൽ ടോൾ പിരിക്കലിൻ്റെ ആവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ നാടിൻ്റെ കൂടി ആവശ്യമാണ്. സാമ്പത്തികമായ രീതിയിൽ നമുക്കിതിൻ്റെ ഒരു ഉയർച്ച വരണം. കാരണം എന്ന് വെച്ചാൽ റോഡ് പണിക്ക് ചിലവായ തുക ഭീമമാണ്. പക്ഷേ പ്രദേശവാസികളെ അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടണം എന്നുള്ള ഏക ആഗ്രഹമാണ് ഞങ്ങൾ പറഞ്ഞത്. അതായത് ടോള് പ്രഖ്യാപിച്ച 20 കിലോമീറ്റർ പരിധിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, മാസം 300 രൂപ. ആ 300 രൂപ ഞങ്ങൾക്ക് യോജ്യമല്ല. ഞങ്ങൾക്കത് ആ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് നിന്നും വിനേഷ് നൽകും. വിനേഷ്, ദേശീയപാതയിലെ ടോൾ പ്ലാസകൾ ക്രമസമാധാന പ്രശ്നമായി മാറുന്ന കാഴ്ചയാണല്ലോ കാണുന്നത്. ഈ ടോൾ കേന്ദ്രങ്ങളിൽ സംഘർഷം പതിവായിട്ടുണ്ട്. കോഴിക്കോട് ടോൾ കേന്ദ്രത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാകുമോ? ഒപ്പം പ്രശ്നം പരിഹരിക്കാൻ ഏത് രീതിയിലുള്ള ഇടപെടലാണ് ഉണ്ടാകുക? വിനേഷ്. അശ്വതി, ടോൾ സ്റ്റേഷനുകളിൽ സംഘർഷം പതിവാണ്. നമുക്കറിയാം, കേരളത്തിലെ ടോൾ സ്റ്റേഷനുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം തന്നെ സംഘർഷം പതിവാണ്. കോഴിക്കോടും ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിൽ പ്രധാന കാര്യം നമുക്കറിയാം, ഈ ടോളുകൾ ഒരു പകൽക്കൊള്ള തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല. കാരണം നമ്മളെല്ലാവിധ നികുതികളും, ഒരു വാഹനം ഇറക്കുമ്പോൾ നമ്മളെല്ലാവിധ നികുതികളും അതിൽ ഈ റോഡിന് നൽകേണ്ട നികുതി ഉൾപ്പെടെ നൽകി വാഹനം ഇറക്കുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ റോഡ് നവീകരിക്കപ്പെട്ടതിൻ്റെ ഒരു ടോൾ കൂടി ഈടാക്കുക എന്നുള്ളത് ഈ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതായാലും ഇതിനകത്ത് 2 വീലറും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങളും മാത്രമാണ് ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. എന്തായാലും കോഴിക്കോട് കൂടോത്തുംപാറയിലാണ് ഇപ്പോൾ ടോൾ സ്റ്റേഷൻ ഉള്ളത്. ഈ 28 കിലോമീറ്റർ ദൂരം, വെങ്ങളം മുതൽ ഈ രാമനാട്ടുകര വരെ 28 കിലോമീറ്റർ ദൂരം ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ടോൾ സ്റ്റേഷൻ ഏർപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പ്രദേശവാസികൾ പറയുന്നത് ഈ 20 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കാരണവശാലും ടോൾ ഈടാക്കരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരത്തിലേക്ക്
സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് പ്രദേശവാസികളുടെ കൂട്ടായ്മ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന് പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണയുണ്ട്. ഇതിൻ്റെ ആദ്യഘട്ട സമരം എന്നുള്ള രീതിയിൽ കോൺഗ്രസ് സമരം ഈ ടോൾ പ്ലാസയ്ക്ക് മുമ്പിൽ സമരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും ആളുകൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ പാലക്കാട് പന്നിയങ്കരയിലെല്ലാം 8 കിലോമീറ്റർ, പന്നിയങ്കര ടോൾ സ്റ്റേഷനിൽ 8 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് വാഹനത്തിൽ സൗജന്യമായി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 20 കിലോമീറ്ററാണ് ഇവിടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത്. ഒരു 10 കിലോമീറ്റർ ദൂരമെങ്കിലും ഒരുപക്ഷെ ഈ ടോൾ കമ്പനി അനുവദിക്കുകയാണെങ്കിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഗുണകരമായിരിക്കും. എന്തായാലും അത്തരത്തിലുള്ള ഒരു നീക്കം കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.